ജയറാമിന്റെ വീട്ടിൽ സ്വർണ്ണപ്പാളികളും കട്ടളപ്പാളികളും പൂജിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് റിപ്പോർട്ടർ ടിവിയാണ്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് അല്പസമയത്തിനുള്ളിൽ കാണാം. വളരെ നിർണായകമായ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങൾ. പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്നത്തെ ന്യൂസ് കണ്ടല്ലോ. അതായത് ശബരിമലന്റെ എന്തൊക്കെ സ്വർണങ്ങളും പൂജിക്കുന്ന സ്വർണങ്ങളും ഒരുപാട് കാര്യങ്ങളും കട്ടവനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജയറാമിന്റെ SIT റൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ജയറാമിന്റെ വീട്ടിൽ നിന്ന് ഒരുപാട് സാധനം കിട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കുട്ടി അയ്യപ്പനും പിന്നെ കുറെ ഈ പൂജ ചെയ്യുന്ന സാധനങ്ങളും ഒരുപാട് കാര്യങ്ങൾ കിട്ടി. അതിന് ജയറാം പറഞ്ഞൊരു ഉത്തരം എന്ന് പറയുമ്പോഴത്തേക്ക് അത് പോറ്റി അവർക്ക് കൊണ്ടുപോയി കൊടുത്തതാ, പൂജിക്കാൻ വേണ്ടി കൊടുത്തതാണ്. കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന്റെ ആരൊക്കെ കട്ടിച്ചുണ്ടോ, മണികണ്ഠ സ്വാമിന്റെ ആരൊക്കെ കട്ടിച്ചുണ്ടോ, അതായത് ശബരിമലന്റെ ആരൊക്കെ കട്ടിച്ചുണ്ടോ, ദൈവം അത് തെളിയിക്കാതിരിക്കില്ല. ഇനിയും ഒരുപാട് ആൾക്കാർ തെളിയിക്കാനിരിക്കും. ഒരുപാട് പ്രമുഖന്മാരെയും ഒരുപാട് പാർട്ടി പ്രവർത്തകരെയും ഒരുപാട് MLA മാരെയും ഒരുപാട് MP മാരെയും നോർത്തിരിക്കുന്ന കുറെ ആൾക്കാരെയും ഒരുപാട് ആൾക്കാരെ ഈ തെളിയാനുണ്ടാവും. ഇത് പോറ്റി മാത്രമല്ല കെട്ടത്, ഒരുപാട് ആൾക്കാർക്ക് കട്ടിച്ചും ബിറ്റിച്ചും അവനെ കൊണ്ട് കപ്പിച്ച ആൾക്കാർക്കും അതിൽ കുറെ കോൺഗ്രസ്സുകാരുണ്ടാവും, കുറെ മാർക്സിസ്റ്റുകാരുണ്ടാവും, കുറെ BJP-കാരുണ്ടാവും, കുറെ സിനിമാ നടന്മാരുണ്ടാവും, ഒരുപാട് ക്രിക്കറ്റ് താരങ്ങളുണ്ടാവും, അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റികളുണ്ടാവും. ഇത് ഒരു കാര്യം പറയാം, ഇത് പോറ്റി മാത്രമല്ല ഇത് കുറ്റക്കാരൻ. ഒരുപാട് മേടിച്ച ആൾക്കാരും കുറ്റക്കാരൻ. ജയറാമിന്റെ സാധനം കിട്ടി. അതെന്ന് പറയുമ്പോഴത്തേക്ക് ജയറാം ഇത് ശബരിമലന്റെ അറിയാം, അത് കട്ട് കൊണ്ടുവന്നതും ശബരിമലിന്റെ കൊടുത്തതും അറിയാം. എന്നിട്ടും ജയറാം മേടിച്ചു. അങ്ങനെ ഒരുപാട് പ്രമുഖന്മാരെ ഇത് കിട്ടാനുണ്ടാവും. ദൈവത്തിന്റെ കെട്ടതാണ്. ദൈവത്തിന്റെ കെട്ടാൽ ദൈവം കാണിച്ചു കൊടുക്കും. ദൈവം കാണിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് എത്ര വലിയ സെലിബ്രിറ്റി ആയാലും ശരി, എത്ര താണവനായാലും ശരി, എത്ര ഉയർന്നവനായാലും തരും. താണവനായാലും ചെയ്യുന്ന സോറി, താണവരും പാവപ്പെട്ടവരും ഒരിക്കലും കട്ടിച്ചില്ല. അവന്മാരുടെ അന്നത്തിന് വേണ്ടി നല്ലോണം അധ്വാനിച്ചോണ്ട് പോവാണ്. ആ അധ്വാനിച്ച പണം കൊണ്ടും ശബരിമലക്ക് അവിടേക്ക് നേർച്ചയായ ചിറ്റേനെയും സ്വർണ്ണ ഇട്ടേനെയൊക്കെയാണ് ഇവന്മാർ കട്ടുമൊഴിക്കുന്നത്. അതെന്ന് പറയുമ്പോൾ ഞാനൊരു മുസൽമാനാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷെ ദൈവത്തിന്റെ കട്ടയിൽ ഞാൻ പ്രതികരിക്കും, ഞാൻ പറയും. എന്നു പറയുമ്പോഴത്തേക്ക് ദൈവത്തിന് ആരൊക്കെ കട്ടിച്ചുണ്ട്, അവരൊക്കെ അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ടോ മേടിച്ച ആൾക്കാരുണ്ടോ, മെല്ലെ കൊണ്ടുപോയി ആർക്കും അറിയാതെ കൊണ്ടുപോയി അവിടെ കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. ഇതുപോലെ നാണം കെടാൻ നിൽക്കരുത്. ദൈവത്തിൻ്റെയാണ് കേട്ടത്. ദൈവം കാണിച്ചു കൊടുക്കും. സത്യമുള്ളതാണെങ്കിൽ കാണിച്ചു കൊടുക്കും. സത്യമുള്ള സ്വർണ്ണാണത്, ദൈവത്തിന്റെ സ്വർണ്ണാണ്. ഒരുപാട് വേർപ്പിന്റെ ആൾക്കാരും ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരും കൊണ്ടുകൊടുത്ത നേർച്ചയും കാര്യങ്ങളാണ് അവിടുത്തെ സ്വർണം കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് വെറുതെ കളിക്കാൻ നിൽക്കേണ്ട. എങ്ങനത്തെ സിനിമാ താരങ്ങളാട്ടെ, എങ്ങനത്തെ പാർട്ടി പ്രവർത്തകനാട്ടെ, എങ്ങനത്തെ കൊമ്പത്തെ MP ആട്ടെ, കൊമ്പത്തെ MLA ആട്ടെ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ആർക്കും അറിയാതെ മെല്ലെ കൊണ്ടേ കൊടുത്തോളൂ. അതല്ലെങ്കിൽ ഇതുപോലെ നാണം കേണ്ടി വേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ അറിയാൻ വേണ്ടി പോയാണ്, നിങ്ങൾ മണികണ്ഠ സ്വാമിന്റെ ശബരിമലന്റെ കട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും അതറിയില്ല, ആർക്കും അറിയില്ല. ഞാൻ ഒരു കാര്യം പറയാം, അത് എന്തായാലും നിങ്ങളടുത്ത് വന്നേ തീരൂ, വന്നിരിക്കും. അന്ന് എന്റെ വീഡിയോ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതിനിടയിൽ പറയുന്നുണ്ട്, ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന് കട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ.